എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമണിയും മാഷും കൂടെ പ്രാർത്ഥിക്കുകയാണ് രാവിലെ തന്നെ. അതും ആർക്ക് വേണ്ടി? ഇഷിതയ്ക്ക് വേണ്ടി. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സുചിത്ര അടുത്ത് നിന്ന് ഇതെല്ലാം കാണുകയാണ്. സുചിത്രയ്ക്ക് അപ്പം ഭയങ്കര സങ്കടമാകുന്നു. അപ്പോൾ നമ്മുടെ പ്രിയാമണി മാഷിനോട് പറഞ്ഞു, നമുക്ക് എല്ലാ അമ്പലങ്ങളിലും പോകണം, പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം, എല്ലാ വഴിപാടുകളും ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ മാഷും പറയാം, നമുക്ക് പോകാം, എത്രയും പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയാം. അപ്പം നമ്മുടെ മാഷ് പറയുന്നത് പിന്നെ ശയന പ്രദക്ഷിണവും കൂടെ ചെയ്തേക്കാന്ന് പറയും. അപ്പം പ്രിയാമണി പറയും, വലിയ വലിയ അമ്പലങ്ങളിൽ ഒരുപാട് ഇതുണ്ടാവും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ പറയും, മാഷ് പറയും, ഞാൻ ചെയ്ത് നോക്കാം. അന്നേരം പ്രിയാമണി പറയും, എന്തായാലും ദൈവം അതിനുള്ള ശക്തി തരുന്നൊക്കെ പറയും. അങ്ങനെ അവരാ തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സുചിത്രയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ സുചിത്ര പെട്ടെന്ന് കരയുന്ന സമയത്ത് നമ്മുടെ പ്രിയാമണി ചോദിക്കുക, എന്താ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞ് സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ്. നമ്മുടെ മഹേഷും ഇഷിതയും തമ്മിൽ ഒരു കരാറുണ്ട്, ചിപ്പിക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കുന്നത്. ഇത് കേട്ട ഉടനെ നമ്മുടെ പ്രിയാമണി പൊട്ടിക്കരയുകയാണ്. അങ്ങനെ മാഷിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ ഉതിർക്കുകയാണ്. അങ്ങനെ പ്രിയാമണിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ രണ്ടുപേരും കൂടെ കരയുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ആകാശിൻ്റെ ഫ്രണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. കാരണം രചനയെ നമ്മുടെ അടുത്ത് രചന ഇച്ചിരി ഒരു മാറ്റമുണ്ട് അവൾക്ക്, അതുപോലെ ആദ്യം തന്നിൽ നിന്ന് അകന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ നല്ല ഇതായിട്ട് നിൽക്കുക, അവളെ കൂടെ നിർത്തണം, ആദ്യം കൂടെ നിർത്തണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ റോണിയോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, രചനയെ പോയി കണ്ട് സംസാരിക്കും, ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറയണ്ടെന്ന് പറയും. അങ്ങനെ റോണി രചനയെ കാണുന്നു, രചനയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷേ രചനയ്ക്ക് മനസ്സിലാവുന്നു ആകാശ് പറഞ്ഞു വിട്ടതാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. അവസാനം രചന പറയുന്നു, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, റോണി ഒരു കാര്യം ചെയ്യും, ഗസ്റ്റ് ഹൗസിലിരിക്കുന്ന ആകാശിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറയും. അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇഷിതയ്ക്ക് സുചിത്രയുടെ കോൾ വരികയാണ്. കോൾ വരുമ്പോൾ ഇഷിത എടുക്കുക, എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സുചിത്ര കരയുകയാണ്. കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇങ്ങനെ എനിക്ക് പറയേണ്ടി വന്നു എന്നുള്ള അവസ്ഥകളൊക്കെ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഇഷിത വല്ലാത്തൊരവസ്ഥയിലേക്ക് ആകുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷിനെ വിളിക്കുന്നു. അങ്ങനെ മഹേഷിനെ പുറത്ത് നിന്നവർ കണ്ട് സംസാരിക്കുന്നു. അപ്പം മഹേഷ് പറയുന്നു, നമ്മൾക്ക് രണ്ടുപേർക്ക് പറയുന്ന കാര്യം എങ്ങനെ ഇത് പുറത്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇഷിത പറയും, ഇങ്ങനെ ഒരു അവസരത്തിൽ സുചിത്രയോട് പറയേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ അറിയിക്കും. അപ്പം മഹേഷ് പറയും, എന്തായാലും രണ്ട് വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടേണ്ടി വരും, ഇനി എന്തായിരിക്കും അവസ്ഥയെന്നൊക്കെ അറിയാതെ മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇഷിത പ്രിയാമണിയുടെയും മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ പ്രിയാമണി ഒത്തിരി ഇത് പറയുന്നു, കാരണം നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നെന്നും ഒക്കെ പറയുന്നു. ഇതറിഞ്ഞ നമ്മുടെ സ്വപ്നവല്ലിയാണെ വിട്ടുകൊടുക്കുമോ? സ്വപ്നവല്ലിയും ഇല്ലാ കഥകളെല്ലാം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.